നമസ്കാരം, ഞാൻ റജന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റൈൻ ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ചു. അംബാസഡർ വിനോദ് കുര്യൻ ജേക്കബിന്റെ അധ്യക്ഷതയിലാണ് ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ചത്. എംബസിയുടെ കമ്മ്യൂണിറ്റി വെൽഫെയർ കോൺസുലർ ടീമും അഭിഭാഷക പാനലും ഓപ്പൺ ഹൗസിൽ പങ്കെടുത്തു. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, ബംഗാളി, മലയാളം ഭാഷകളിൽ നടന്ന ഓപ്പൺ ഹൗസിൽ 30-ലധികം ഇന്ത്യൻ പൗരന്മാർ പങ്കെടുത്തു. സന്നിധരായ അംഗങ്ങൾക്ക് ഈദ് ഉൽ ഫിത്തർ ആശംസകൾ നേർന്നുകൊണ്ടാണ് അംബാസഡർ ഓപ്പൺ ഹൗസ് ആരംഭിച്ചത്. അടുത്തിടെ രാജകീയ മാപ്പ് നൽകി 68 ഇന്ത്യൻ തടവുകാരെ മോചിപ്പിച്ചതിന് അദ്ദേഹം ബഹ്റൈൻ ഭരണാധികാരിക്കും പ്രധാനമന്ത്രിക്കും മറ്റ് അധികാരികൾക്കും നന്ദി അറിയിച്ചു. 2025 ഏപ്രിൽ 1 മുതൽ പാസ്പോർട്ട്, വിസ, മറ്റ് കോൺസുലർ സേവന ഫീസുകൾ പരിഷ്കരിച്ചതായും അംബാസഡർ ഓപ്പൺ ഹൗസിൽ പറഞ്ഞു. പുതുക്കിയ ഫീസുകളുടെ വിശദാംശങ്ങൾ മിഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കഴിഞ്ഞ ഓപ്പൺ ഹൗസിൽ ഉന്നയിക്കപ്പെട്ട മിക്ക കേസുകളും പരിഹരിച്ചു. അടിയന്തര വൈദ്യ ചികിത്സ ആവശ്യമുള്ള ഒരു ക്യാൻസർ രോഗിയുടെ യാത്രാ ക്രമീകരണങ്ങളിലും മകന്റെ പാസ്പോർട്ട് വേഗത്തിൽ ലഭ്യമാക്കുന്നതിനും സൗകര്യമൊരുക്കി. ആവശ്യമായ ചികിത്സ കാലതാമസമില്ലാതെ ലഭിക്കുന്നതിന് അവർക്ക് വേഗത്തിലുള്ള യാത്ര ഉറപ്പാക്കി. അതോടൊപ്പം മറ്റൊരു കേസിൽ ഒരു കുഞ്ഞിന്റെ ചികിത്സ സാധ്യമാക്കുന്നതിൽ മിഷൻ പ്രാദേശിക ആശുപത്രി അധികൃതരുമായി ഇടപെട്ട് ക്രമീകരിച്ചതായും അറിയിച്ചു. ഓപ്പൺ ഹൗസിൽ പങ്കെടുത്തതിന് എല്ലാ ഇന്ത്യൻ അസോസിയേഷനുകൾക്കും വോളണ്ടിയർമാർക്കും എംബസിയിലെ അഭിഭാഷകർക്കും അംബാസഡർ നന്ദി പറഞ്ഞു. ICRF BDK രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ICRFും ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റൈൻ ചാപ്റ്ററും സംയുക്തമായി സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ ബ്ലഡ് ബാങ്കിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ 55 പേര് രക്തം നൽകി. ICRF ചെയർമാൻ അഡ്വക്കേറ്റ് VK തോമസ് രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി അനീഷ് ശ്രീധരൻ, ബ്ലഡ് ഡോണേഴ്സ് കോർഡിനേറ്ററും BDK ബഹ്റൈൻ ചാപ്റ്റർ ചെയർമാനുമായ KT സലീം, BDK പ്രസിഡന്റ് റോജി ജോൺ എന്നിവർ സംസാരിച്ചു. ICRF വൈസ് ചെയർമാനായ പങ്കജ് നല്ലൂർ, പ്രകാശ് മോഹൻ, ജോയിന്റ് സെക്രട്ടറി സുരേഷ് ബാബു, ബ്ലഡ് ഡൊണേഷൻ കോർഡിനേറ്റർമാരായ സുനിൽ കുമാർ, അജയ് കൃഷ്ണൻ, ചെമ്പൻ ജലാൽ, ശിവകുമാർ, മുരളി കൃഷ്ണൻ, സുബൈർ കണ്ണൂർ, നൌഷാദ് പുന്നൂർ, ഫൈസൽ മടപ്പള്ളി, അനു ജോസ്, BDK ജനറൽ സെക്രട്ടറി ജിബിൻ ജോയ്, ട്രഷറർ സാബു അഗസ്റ്റിൻ, വൈസ് പ്രസിഡന്റുമാരായ സുരേഷ് പുത്തൻവിളയിൽ, സിജോ ജോസ്, ക്യാമ്പ് കോർഡിനേറ്റേഴ്സും മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും ക്യാമ്പിന് നേതൃത്വം നൽകി. SNCS മലയാള പാഠശാല പ്രവേശനോത്സവം. ഈ വർഷത്തെ മലയാളം പാഠശാലയിലേക്കുള്ള പ്രവേശനോത്സവം ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. വിശദ വിവരങ്ങൾക്കായി ബിജു PC 37134723, സന്ധ്യ മനോജ് 39040964, ഗോകുൽ 3713434323 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. പുതിയ വഖഫ് നിയമം ഭരണഘടനാ അവകാശത്തിന്മേലുള്ള ഫാസിസ്റ്റ് കടന്നുകയറ്റം. IYCC ബഹ്റൈൻ പാർലമെന്റിൽ BJP സർക്കാർ കൊണ്ടുവന്ന പുതിയ വഖഫ് നിയമം ഭരണഘടനാ അവകാശത്തിന്മേലുള്ള ഫാസിസ്റ്റ് സർക്കാരിന്റെ കടന്നുകയറ്റമാണെന്ന് IYCC ബഹ്റൈൻ ദേശീയ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. മതേതര ജനതയെ മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ പേര് നൽകി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രമാണ് 2014 മുതൽ രാജ്യം ഭരിക്കുന്ന സർക്കാർ അനുവർത്തിച്ചു പോയിട്ടുള്ളത്. ഭിന്നിപ്പിലൂടെ വോട്ട് നേടുക എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് ഇത്തരം ഭരണഘടനാ അവകാശങ്ങൾ ഹനിച്ചുകൊണ്ടുള്ള ഫാസിസ്റ്റ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നാളിതുവരെ തുടർന്നു പോകുന്നത്. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ച കോൺഗ്രസ് പാർട്ടി BJP ഫാസിസ്റ്റ് സർക്കാരിനെതിരെ നടത്തുന്ന എല്ലാ ജനാധിപത്യ മതേതര ചേരിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കും IYCC ബഹ്റൈൻ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു. ഈ നിയമം ഇന്നൊരു വിഭാഗത്തിന് നേരെയാണെങ്കിൽ നാളെ മറ്റുള്ളവർക്ക് നേരെയാകും. ഭിന്നിപ്പിച്ച് അധികാരം നിലനിർത്തുക എന്ന ഉദ്ദേശത്തിൽ മാത്രം ചെയ്യുന്ന ഇത്തരം ഫാസിസ്റ്റ് രീതികൾ നാടിന്റെ നന്മയ്ക്ക് ഒരു തരത്തിലും നല്ലതല്ല. ഇത്തരം വിഷയങ്ങൾ മതേതര സമൂഹം തിരിച്ചറിയണമെന്നും ഭരണഘടന ഉയർത്തിപ്പിടിച്ച ജനാധിപത്യത്തെ ഉപയോഗപ്പെടുത്തി നിയമപരമായി നേരിടണമെന്നും IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ്, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബെൻസി ഗനിയൂട്ട് എന്നിവ പത്രക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. ബഹ്റൈൻ ICF മദ്രസകളിലെ പൊതുപരീക്ഷ ഏപ്രിൽ 5 തുടങ്ങും. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് അംഗീകാരത്തോടെ ബഹ്റൈനിൽ പ്രവർത്തിക്കുന്ന മജ്മുഅ തഅലീമുൽ ഖുർആൻ മദ്രസകളിലെ 5, 7, 10 ക്ലാസുകളിലേക്കുള്ള പൊതുപരീക്ഷ ഏപ്രിൽ 5, 6 തീയതികളിൽ നടക്കും.
മുഹറഖ്, മനാമ, സൽമാബാദ് എന്നിവിടങ്ങളിലാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ബഹ്റൈനിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന 13 മദ്രസകളിൽ നിന്നായി 164 വിദ്യാർത്ഥികളാണ് ഇത്തവണ പൊതുപരീക്ഷ എഴുതുന്നത്. ICF മോറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും റാഞ്ച് സുന്നി ജമിയത്തുൽ മുഅല്ലിമിന്റെയും നേതൃത്വത്തിൽ പരീക്ഷയ്ക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. KC സൈനുദ്ദീൻ സഖാഫി, അബ്ദുൽ ഹക്കീം സഖാഫി കിനാലൂർ, ഷിഹാബുദ്ദീൻ സി, ഷംസുദ്ദീൻ സുഹ്രി, നസീഫ് അൽ ഹസനി, മൻസൂർ ഹസനി, അബ്ദുൾ റഹീം സഖാഫി അത്തിപ്പറ്റ, മജീദ് സഅദി എന്നിവരെ സൂപ്പർവൈസറായി നിയോഗിച്ചു. SJM, ICF നേതാക്കൾ പരീക്ഷാ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തി. ക്യാൻസർ രോഗികൾക്ക് മുടി ദാനം നൽകി ദമ്പതികൾ മാതൃകയായി. ക്യാൻസർ രോഗികൾക്ക് കീമോതെറാപ്പി ചികിത്സയുടെ ഭാഗമായി മുടി കൊഴിയുമ്പോൾ ഉപയോഗിക്കാനായി വിഗ് ഉണ്ടാക്കുവാൻ ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റിക്ക് തങ്ങളുടെ മുടി ദാനം ചെയ്ത് ബഹ്റൈനിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ പ്രൊജക്ട് മാനേജറായി ജോലി ചെയ്യുന്ന തിരുവല്ല സ്വദേശി സിജി ഫിലിപ്പും ഭാര്യ ലിജി മേരിത് മാത്യുവും മാതൃകയായി. ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റിക്ക് നൽകാനായി ക്യാൻസർ കെയർ ഗ്രൂപ്പ് ജനറൽ സെക്രട്ടറി KT സലീം ഇവരിൽ നിന്നും മുടി സ്വീകരിച്ചു. ചുരുങ്ങിയത് 21 സെന്റിമീറ്റർ നീളത്തിൽ മുടി മുറിച്ചെടുത്ത് ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റിക്ക് ഇത്തരത്തിൽ നൽകാൻ താല്പര്യമുള്ളവർക്ക് ക്യാൻസർ കെയർ ഗ്രൂപ്പിനെ 33750999 എന്നീ നമ്പറിൽ ബന്ധപ്പെടാം. തികച്ചും സൗജന്യമായാണ് ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റി കുട്ടികളടക്കമുള്ള ക്യാൻസർ രോഗികൾക്ക് വിഗ് നൽകി വരുന്നത്. KNBA കപ്പ് നേടിയ BKNBF ടീമിനെ ഫെഡറേഷൻ ആദരിച്ചു. KNBAയുടെ നേതൃത്വത്തിൽ നടത്തിയ 3ാമത് KNBA കപ്പ് നാടൻ പന്ത് കളി ടൂർണമെന്റിൽ KNBA സ്ട്രൈക്കേഴ്സിനെ ഒരു വരയ്ക്ക് തോൽപ്പിച്ചുകൊണ്ട് BKNBF ചാമ്പ്യന്മാരായി. ടൂർണമെന്റിലെ മികച്ച കൈവെട്ടുകാരൻ, മികച്ച കാലടിക്കാരൻ, ഫൈനലിൽ മികച്ച കളിക്കാരൻ എന്നീ വ്യക്തിഗത സമ്മാനങ്ങൾക്ക് BKNBF താരം ശ്രീരാജ് CP അർഹനായി. ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് BKNBF താരങ്ങളായ റിൻഡോ മോൻ തോമസും ലിബു ചെറിയാനും അർഹരായി. KNBA ലെജൻസും BKNBF ലെജൻസും തമ്മിൽ നടന്ന സൗഹൃദ മത്സരത്തിൽ BKNBF ലെജൻസ് വിജയികളായി. സൗഹൃദ മത്സരത്തിലെ മികച്ച കളിക്കാരനായി BKNBF ലെജൻസ് താരം പ്രസാദ് അർഹനായി. BKNBF ടീമിനെയും ടൂർണമെന്റിൽ വ്യക്തിഗത സമ്മാനങ്ങൾ നേടിയവരെയും ബഹ്റൈൻ കേരള നേറ്റീവ് ഫെഡറേഷൻ ആദരിച്ചു. വേൾഡ് ആർട്ട് ഡേയോട് അനുബന്ധിച്ചുകൊണ്ട് ബഹ്റൈനിലെ പാലക്കാട്ടുകാരുടെ കുടുംബ കൂട്ടായ്മ പാലക്കാട് പ്രവാസി അസോസിയേഷനും പ്രമുഖ ട്രാവൽ ആൻഡ് ടൂർസ് കമ്പനി അൽ സബീൽ ടൂർസും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ ആർട്ട് മത്സരം സംഘടിപ്പിക്കുന്നു. 2 ഗ്രൂപ്പുകളായി തിരിച്ചുള്ള മത്സരത്തിൽ വിജയികളാകുന്ന മത്സരാർത്ഥികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റും ലഭിക്കും. കൂടാതെ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റും നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യമായിരിക്കും. രജിസ്ട്രേഷൻ ഏപ്രിൽ 9 മുൻപ് പൂർത്തിയാക്കാൻ അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് പ്രസാദ് 37223855, ഹർഷ പ്രദീപ് 66735422 എന്നിവരെ സമീപിക്കുക. ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ എന്റെ കുടുംബം എന്ന പേരിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. അബു നാസർ സ്വിമ്മിംഗ് പൂളിൽ വച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ അസോസിയേഷൻ അംഗങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. വിവിധ തരം കലാപരിപാടികളും കളികളും മറ്റുമായി ആകർഷകമായ രീതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ കുടുംബ സംഗമത്തിന് പേര് നിർദ്ദേശിച്ച ശ്രീ വിഷ്ണു കായംകുളം സമ്മാനത്തിന് അർഹനായി. അസോസിയേഷൻ അംഗങ്ങളായ ശ്രീമതി സ്നേഹ ഹരീഷ്, മാസ്റ്റർ ധ്രുവ് സുമിത് എന്നിവരെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. അസോസിയേഷൻ രക്ഷാധികാരി ജോർജ് അമ്പലപ്പുഴ, പ്രസിഡന്റ് ലിജു കൈനടി, ജനറൽ സെക്രട്ടറി അനൂപ് പള്ളിപ്പാട് എന്നിവർ സംസാരിച്ചു. കുടുംബസംഗമം കോർഡിനേറ്റേഴ്സായ ശ്രീകുമാർ കറ്റാനം, അരുൺ മുട്ടം, ശാന്തി കുമാർ, അശ്വിനി അരുൺ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹരീഷ് ചെങ്ങന്നൂർ, സജീഷ് കലവൂർ, സാം കാവാലം, ശ്രീജിത്ത് ആലപ്പുഴ, ജുബിൻ ചെങ്ങന്നൂർ, രാജേഷ് മാവേലിക്കര, അമൽ തുറവൂർ, പൗലോസ് കാവാലം, ആതിര പ്രശാന്ത്, ആശ മുരളീധരൻ, ചിഞ്ചു നായർ, രാജേശ്വരി ശ്രീജിത്ത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പ്രോഗ്രാം കൺവീനർ അനീഷ് മാളികമുഖ് കുടുംബസംഗമത്തിൽ പങ്കെടുത്തവർക്ക് നന്ദി അറിയിച്ചു. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള.
Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. മറ്റു വാർത്തകളിലേക്ക്. 12ാം ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ പ്രവേശനം ലഭിക്കില്ല. നീറ്റ് പരീക്ഷയിൽ നിന്ന് സംസ്ഥാനത്തെ ഒഴിവാക്കാനുള്ള തമിഴ്നാടിന്റെ ബില്ല് തള്ളി രാഷ്ട്രപതി. മെഡിക്കൽ പ്രവേശനത്തിലുള്ള രാജ്യവ്യാപക പ്രവേശന പരീക്ഷയായ നീറ്റിൽ നിന്ന് സംസ്ഥാനത്തെ ഒഴിവാക്കാനുള്ള തമിഴ്നാട് ഗവൺമെന്റിന്റെ ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയില്ല. 12ാം ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ മെഡിക്കൽ രംഗത്തേക്ക് പ്രവേശിപ്പിക്കാൻ സംസ്ഥാനത്തിനെ അനുവദിക്കണമെന്ന ബിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിരസിച്ചതിനാൽ ഈ വിഷയത്തിലുള്ള സംസ്ഥാനത്തിന്റെ ദീർഘകാല പോരാട്ടത്തിനാണ് തിരിച്ചടിയേറ്റത്. കഴിഞ്ഞ വർഷം ജൂണിൽ നീറ്റ് സമ്പ്രദായം നിർത്തലാക്കാനും സ്കൂൾ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോഴ്സുകളിലേക്ക് പ്രവേശനം തീരുമാനിക്കാൻ സംസ്ഥാനങ്ങളെ അനുവദിക്കാനും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയിരുന്നു. 2021ലും 2022ലും സംസ്ഥാന നിയമസഭ 2 തവണ പാസാക്കുകയും കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കുകയും ചെയ്ത ബിൽ നിരസിച്ചതായി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിയമസഭയെ അറിയിച്ചു. വഖഫ് ഭേദഗതി ബില്ലിൽ രാജ്യവ്യാപക പ്രതിഷേധം. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു പോലീസ്. വഖഫ് ഭേദഗതി ബില്ല് ഇരുസഭകളിലും പാസാക്കിയതിനു പിന്നാലെ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രതിഷേധം കനക്കുന്നു. ഡൽഹി, കൊൽക്കത്ത, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറുന്നത്. ഇന്നലെ ജുമാ നമസ്കാരം കഴിഞ്ഞ ശേഷമായിരുന്നു പ്രതിഷേധം കനത്തത്. ജാമിയ മില്ലിൽ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ഉണ്ടായത്. വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി എത്തിയപ്പോൾ അധികൃതർ ഗേറ്റ് അടയ്ക്കുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. എന്നാൽ പുതിയ ബില്ലിന്റെ കോപ്പി കത്തിച്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. പ്രതിഷേധം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ പോലീസ് വിന്യാസം ശക്തമാക്കി. അഹമ്മദാബാദിൽ മാത്രം പ്രതിഷേധിച്ച 50 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷഹീൻബാഗ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും പോലീസ് കർശന നടപടികളാണ് പ്രതിഷേധത്തിനെതിരെ സ്വീകരിക്കുന്നത്. അതേസമയം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് വിദ്യാർത്ഥി സംഘടനകളും മറ്റ് സംഘടനകളും വ്യക്തമാക്കി. ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ചുങ്കപ്രഹരം. ഗൾഫ് രാജ്യങ്ങളെ പിണക്കാതെ ട്രംപ്. ചൈനയ്ക്കും ഇന്ത്യക്കുമെല്ലാം ഡൊണാൾഡ് ട്രംപിന്റെ ചുങ്കക്കൊടുങ്കാറ്റ് വീശിയപ്പോൾ ട്രംപിന്റെ നികുതി പ്രഹരം പ്രമുഖ ഗൾഫ് രാജ്യങ്ങൾക്ക് എല്ലാം ഒരു തലോടൽ മാത്രമാണ് അവശേഷിപ്പിച്ചത്. ട്രംപിന്റെ പുതിയ നികുതി ഘടനയിൽ മിക്ക ഗൾഫ് രാജ്യങ്ങളും കുറഞ്ഞ നിരക്കിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. UAE, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം 10% തത്തുല്യ ചുങ്കമാണ് ചുമത്തിയിരിക്കുന്നത്. ഇന്ത്യക്കുമേൽ ചുമത്തിയിരിക്കുന്നത് 26% തത്തുല്യ ചുങ്കമാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഈ രാജ്യങ്ങൾ ചുമത്തി വരുന്ന നികുതി കുറവാണെന്നതാണ് പ്രധാന കാരണം. എണ്ണ വ്യാപാരത്തിൽ അമേരിക്കയുമായി സൗഹാർദ്ദത്തിൽ കഴിയുന്ന ഗൾഫ് രാജ്യങ്ങൾ മറ്റു വ്യാപാര മേഖലകളിലും അമേരിക്കയ്ക്ക് ഭീഷണിയല്ല എന്നതാണ് ട്രംപിന്റെ പ്രഹരത്തിന്റെ ശക്തി കുറച്ചത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് കാര്യമായ കയറ്റുമതി നടക്കാത്തതിനാൽ 10% തത്തുല്യ ചുങ്കം പോലും ഗൾഫ് രാജ്യങ്ങളുടെ വ്യാപാരത്തെ സാരമായി ബാധിക്കില്ല. മാത്രമല്ല, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 5% കുറഞ്ഞ നികുതിയാണ് ചുമത്തി വരുന്നത്. ട്രംപിന്റെ വ്യാപാര യുദ്ധം പരോക്ഷമായി ബാധിക്കുന്നത് ഗൾഫ് മേഖലയിലെ എണ്ണ വ്യാപാരത്തെയാകും. ട്രംപ് ഭരണകൂടം 180 രാജ്യങ്ങൾക്ക് നികുതി അടിക്കുന്നതോടെ ആഗോള വ്യാപാര മേഖലയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരും. ഇത് ഗൾഫ് മേഖലയെ എണ്ണ വ്യാപാരത്തിൽ ഇടിവുണ്ടാക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. എമിറേറ്റ്സ് കൊറിയർ രംഗത്തേക്ക്. ഡോർ ടു ഡോർ കൊറിയൻ സേവനത്തിന് തുടക്കം കുറിച്ച് എമിറേറ്റ്സ്.
ദുബായിയുടെ ലോകോത്തര വിമാന കമ്പനിയായ എമിറേറ്റ്സ് എയർലൈൻ കൊറിയർ സർവീസ് ആരംഭിച്ചു. എമിറേറ്റ്സ് കൊറിയർ എക്സ്പ്രസ് എന്ന പേരിൽ ഡോർ ടു ഡോർ കൊറിയർ സർവീസിന് തുടക്കം കുറിച്ചതായി കമ്പനി വ്യക്തമാക്കി. ലോകത്തിന്റെ വിവിധ നഗരങ്ങളിലേക്ക് പറക്കുന്ന 250-ലേറെ വിമാനങ്ങൾ പ്രയോജനപ്പെടുത്തി ഡോർ ടു ഡോർ കൊറിയർ സേവനം കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് എമിറേറ്റ്സ് കൊറിയർ എക്സ്പ്രസ് എന്ന പേരിൽ പുതിയ സേവനത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്നത്. പ്രഖ്യാപനത്തിന് മുൻപേ കഴിഞ്ഞ ഒരു വർഷമായി പരീക്ഷണാടിസ്ഥാനത്തിൽ UAE, സൗദി, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, സൗത്ത് ആഫ്രിക്ക, UK എന്നീ രാജ്യങ്ങളിലേക്ക് ഈ സേവനം ആരംഭിച്ചിരുന്നു. 48 മണിക്കൂറിനകം ആയിരക്കണക്കിന് പാക്കേജുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞതായി എമിറേറ്റ്സ് സ്കൈ കാർഗോ ഡിവിഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് ബദർ അബ്ബാസ് പറഞ്ഞു. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പെർമിറ്റ് നിർബന്ധമാക്കി. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഏപ്രിൽ 10 മുതൽ പെർമിറ്റ് നിർബന്ധമാക്കി. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നതിനും സൂക്ഷിക്കുന്നതിനും ആവശ്യമായ രേഖകളും നിബന്ധനകളും സംബന്ധിച്ച് സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സംസ്ഥാനത്തിന് പുറത്തുനിന്നും 50 ലിറ്ററോ അതിൽ കൂടുതലോ ഉള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്തിനകത്തേക്ക് കൊണ്ടുവരുന്ന വ്യക്തികൾ ബില്ല് അല്ലെങ്കിൽ ഡെലിവറി നോട്ട് തുടങ്ങിയ മറ്റ് രേഖകളോടൊപ്പം ഡെപ്യൂട്ടി കമ്മീഷണർ, ടാക്സ് പെയർ സർവീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, തിരുവനന്തപുരം അപ്രൂവ് ചെയ്ത് നൽകുന്ന പെർമിറ്റിന്റെ ഒറിജിനൽ കൂടി ചരക്ക് നീക്കം കടത്തുമ്പോൾ കരുതണം. ഒരു പെർമിറ്റ് പ്രകാരം 75 ലിറ്റർ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മാത്രമേ സംസ്ഥാനത്തിനകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തിക്ക് ആഴ്ചയിൽ ഒരു പെർമിറ്റ് മാത്രമേ അനുവദിക്കുകയുള്ളൂ. പെർമിറ്റിന്റെ കാലാവധി 3 ദിവസം ആയിരിക്കും. ഓയിൽ കമ്പനികൾക്ക് വേണ്ടി സംസ്ഥാനത്തിനകത്തേക്ക് കൊണ്ടുവരുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ചില്ലറ വിൽപ്പനയ്ക്കായി KGST 1963 പ്രകാരം രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള അംഗീകൃത സ്ഥാപനങ്ങൾക്കും ഈ വിജ്ഞാപനം പ്രകാരമുള്ള പെർമിറ്റ് ആവശ്യമില്ല. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.